സാധ്യതയുണ്ട്. ഈ ചെളി ഇങ്ങനെ ഇരുന്ന് പാദരോഗം അങ്ങനെയുള്ള അസുഖങ്ങളിലേക്കൊക്കെ അത് മാറാനുള്ള സാധ്യതകളുണ്ട്. അയ്യോ അതില് അങ്ങനെ ചെയ്യല്ലേ, അയ്യോ ഞങ്ങളുടെ മുത്താണ് സ്വത്താണ്, നമ്മൾ ഇത്ര നേരം പറഞ്ഞിട്ട് കേട്ടില്ലേ? എന്തായാലും പറഞ്ഞോ അതും മാത്രം നോക്കി ചെത്തുക. അതും ചെത്താൻ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം ചെത്തുക. ഇങ്ങനെ എപ്പോഴും വൃത്തിയായി നിൽക്കണം. ഭാഗങ്ങൾ ഈ ഒരു ഭാഗമൊക്കെ അത് എന്നും കത്തിക്ക് ചരി ചെയ്യാൻ പാടില്ല. മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ആ വളർന്ന് നിൽക്കണത് മാത്രം ഒന്ന് ക്ലിയറാക്കി വിടുക. അപ്പോൾ ശരിക്കും നമ്മളൊരു നായ്ക്കുട്ടികളുടെയൊക്കെ കൈയും കാലും നഖമൊക്കെ മുറിച്ചില്ലേ, അതുപോലെ തന്നെ ഒരു പരിപാടി. ചേട്ടാ അതിർന്നെടുത്ത് ഇത് ഇടുന്നോ? ഏതാ ഇടുന്ന മോട്ടർ? ഇങ്ങോട്ട് കഴിക്കാൻ ഇങ്ങോട്ട് കയറിക്കാൻ ഇങ്ങോട്ട് കയറിക്കാൻ നിന്നോർക്കൊന്നും കൂടെ ഇളകണമെങ്കിൽ പരിപാടി ചെയ്യണം. ഇങ്ങോട്ട് കയറിക്കാൻ ഒരു വക പറഞ്ഞാൽ കേൾക്കാത്ത ഒരു ആനേനെയുള്ള ഈശ്വരം എനിക്ക് കിട്ടിയത്. വല്ല പേടിയില്ലോ നോക്കുന്നത് ഓഫിലെ അവിടെ ഒരു നീല ഇത് കിടക്കുന്നുണ്ട്. അതല്ലേ അതല്ല ആ ചോപ്പർ ഷീറ്റിന്റെ അവിടെ ഒരു നീല സാധനം കിടക്കുന്നുണ്ടോ? അങ്ങോട്ട് നോക്കുക. അവിടെ അവിടെ നീല അങ്ങോട്ട് ചെല്ലേ. എന്താ കുളിക്കണ്ടേ? പറയാ പറയാ ചങ്ങല പൊട്ടിച്ചോളല്ലേ? അത് പൊട്ടിച്ചോളേ, കാശ് കൊടുത്ത് പൊടിച്ചാ അത് കൈ ഇടണം. എന്നെങ്ങനെ ചവിട്ടി ദൂരം അറിയട്ടോ. എന്റെ സ്വഭാവം നമുക്ക് അറിയില്ലേ? അന്നത്തെ പരിപാടിയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 2-3 മാസമൊക്കെ നിന്ന് വിളിക്കുന്നു. ഒരു 10 ദിവസം ഒലിവെന്നും അറിയാൻ പറ്റില്ലേ. എന്നാൽ ഒലിവാണ് ഇതിന്. ഒരു വാട്ടവെള്ളം പോലെ കുറേ തള്ളി പോയി. അതല്ലാതെ ഒന്നോട് സെറ്റായില്ല. ഒന്ന് കുറച്ച് ദിവസം ഇരുത്തി ഒന്ന് കഴുക്കും കാര്യങ്ങളൊക്കെ നോക്കാം. ഓ കുടിച്ചോ, എൻ്റെ മോൻ കുടിച്ചോ. കഴുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് കറങ്ങാലോ ഒലിക്കാണ്ട് നിന്നല്ലേ അതിൻ്റെ ബുദ്ധിമുട്ടെന്തെങ്കിലേക്കായിരിക്കും. അപ്പം ആറാട്ടായിരുന്നു ഇന്നലെ അവിടെ. ആ കറി നശിച്ചല്ലേ? ഇങ്ങോട്ട്
ഇങ്ങോട്ട് കയറിക്കാനേ. വേണ്ട വേണ്ട. വടി ഒന്നും എടുക്കാണ്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ അവനത് പറ്റിയില്ല. ഇനി അത് സുഖമാണ് ചേട്ടാ. കുറെ ആൾക്കാർ പറയുന്നത് അയ്യോ അതില് അങ്ങനെ ചെയ്യല്ലേ, അയ്യോ ഞങ്ങളുടെ മുത്താണ് സ്വത്താണ്. നമ്മൾ ഇത്ര നേരം പറഞ്ഞിട്ട് കേട്ടില്ല. എന്തായാലും പറഞ്ഞോ പറഞ്ഞ അപ്പൊ കേൾക്കാൻ പറ്റുമോ? എന്താ ഇത്ര നേരം പറഞ്ഞത് എന്റെ അടുത്ത്? എന്താ പറഞ്ഞത്? അപ്പൊ നമുക്ക് കാര്യം അറിയാലേ. അപ്പൊ ഇറങ്ങേ ഇങ്ങോട്ട്. സ്നേഹത്തിന്റെ ഭാഷയൊക്കെ പറയുമ്പോ എനിക്ക് സ്നേഹം അങ്ങോട്ട് കൊണ്ടു കൊടുക്കുന്നത് ഇങ്ങോട്ട് ഒറ്റ പൊട്ടിക്കലങ്ങ് തന്നാട്ടല്ല. തോട്ടി പാടി കണ്ടപ്പോ നിനക്ക് ഇരിക്കറിയാം അല്ലേ? അതെന്നെ പറഞ്ഞു. അപ്പൊ ഈ കൂടുതൽ മനസ്സിലാക്കി കൊടുക്കാൻ എന്തെങ്കിലും ആയുധങ്ങളില്ല. പൊട്ടന്മാരല്ലെങ്കിൽ മനസ്സിലാവും. കടന്നോ ഞാൻ ഇനി ഓടിയിരിക്കണ നിർക്കടക്കാൻ നിർക്കടക്കണം നിർക്കടക്കാൻ അടിയുടെ നല്ല കുറവാണ്. നിർക്കടക്കട കടക്കട പണ്ട് മണ്ണൊക്കെ വാരി കൊണ്ടുവന്നുണ്ട്. കൊച്ചുമുതലാളി ആരെയും എന്നോട് ചോദിക്കാന്ന് ആനയെ തൊട്ടാൽ കൂടെ ഞാൻ നനപ്പിച്ചു വിടും. എന്നിട്ട് ഡാൻസ് കളിക്കാറാ അവരിത് കളിക്കുന്ന പോലെ. അതെ അച്ഛൻ സമ്മതിച്ചില്ലേ? നമുക്ക് അച്ഛൻ്റെ വീട്ടിൽ വെച്ച് കൊടുക്കാം. വേണ്ട പാവാല്ലേ അച്ഛനമ്മ. അച്ഛനൊക്കെ ശരിയായിരിക്കും. പക്ഷെ അതെന്റെ മുതലാളിയാണ്. എന്റെ മുതലാളിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കില്ല ഞാൻ. എന്റെ ആനയല്ലേ നിന്റെ ആനയല്ലേ? നിന്റെ ആനയുടെ അതെ ഉടുപ്പ് നനഞ്ഞിട്ട് അമ്മയുടെ ചീറ്റാട്ടം നനച്ചോന്നങ്ങനെ പറഞ്ഞാ മോനെ വിവരം അറിയട്ടാ. കിടന്നോയോ? ഞാനാ
ബാ 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 ഓസോട് ഓസ് ഈ ഓസ് ഇവിടെ അങ്ങോട്ട് വലിക്കും ഇത് എന്നിട്ട് അവിടെ ഇട്ടിട്ട് കുത്തിയിട്ട് ബാക്കി കുത്തിക്കൂട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ ഈ പാദത്തിന് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നാൽ നമ്മളിങ്ങനെ പാദം അങ്ങനെ ചെത്തി കൂട്ടി എപ്പോഴും നല്ല വൃത്തിയായിട്ട് ചെയ്യണം. ചെത്തുമ്പോൾ നോക്കി ചെത്തണം കേട്ടോ. ആ കറക്റ്റ് പാടുള്ളതും മാത്രം നോക്കി ചെത്തുക. അതും ചെത്താൻ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം ചെത്തുക. ഇതിങ്ങനെ എപ്പോഴും വൃത്തിയായി നിൽക്കണം. ഭാഗം ഈ ഒരു ഭാഗമൊക്കെ ഇത് എന്നും കത്തിക്ക് ചരിച്ച് ചെയ്യാൻ പാടില്ല. മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ആ വളർന്ന് നിൽക്കണത് മാത്രം ഒന്ന് ക്ലിയറാക്കി വിടുക. അപ്പോൾ ശരിക്കും നമ്മളൊരു നായ്ക്കുട്ടികളുടെയൊക്കെ കൈയും കാലും നഖമൊക്കെ മുറിച്ചില്ലേ, അതുപോലെ തന്നെ ഒരു പരിപാടിയായിട്ട് കുറച്ച് കൂടുതൽ വളർന്നേക്കുക. ഈ നഖം ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഷേപ്പ് മാറില്ല. കുത്തി പോകും. ആനയുടെ തൊലിയുടെ അവിടെ പറ്റാത്തങ്ങളും നമ്മൾ നഖം വെട്ടിയെടുക്കില്ലേ, അതുപോലെ തന്നെ ഇത് ചെത്തി ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മളൊരു 10-20 ദിവസം അഴിക്കാണ്ട് നിർത്തിയില്ലേ, ചെത്തി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെത്തി ഉറപ്പിച്ചു എന്ന് വേണം പറയാൻ. അങ്ങനെ നിർത്തിയതാണ്. പക്ഷെ അങ്ങനെ വന്നപ്പോൾ ആനയ്ക്ക് ഭയങ്കര ഭയപ്പാട്. അങ്ങനെ തന്നെ ഇതുവരെ അങ്ങനെ കെട്ടി ഉറപ്പിക്കാണ്ട് കുറേ വർഷങ്ങൾക്ക് മുന്നേ കണ്ട് ഒരു പ്രാവശ്യം കണ്ട് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ആനയ്ക്ക് ഭയങ്കര പേടി. അപ്പോൾ ആ ഒലിവിൻ്റെ ഒരു ഇതൊക്കെ പോയി. എന്നാലൊരു വാട്ടവെള്ളം പോലെ കുറച്ച് ദിവസം തള്ളിപ്പോയി. പത്തായിട്ട് അഴുക്കാണ് ഈ ഇരിക്കുന്നത്. ഈ നഖമൊക്കെ ഇങ്ങോട്ട് പോയി. ഇവിടെ വരുമ്പോൾ നഖമൊക്കെ വേറെ രീതിയായിരുന്നു. ഞാനിപ്പോൾ ചെത്തി ലെവലാക്കിക്കൊണ്ടിരിക്കുക. ഇല്ല അതൊന്നും പറ്റില്ല. എന്നെ പൊന്നോ പറഞ്ഞാട്ടാ ചെയ്യുന്നു കാലേന്ന്. ഞാൻ അവിടേക്ക് കൈ കൊണ്ട് ചെന്നിട്ട് പോയില്ലേ. ഞാൻ വന്നില്ലല്ലോ കൈ കൊണ്ട്. എന്ത് ചെവി പതുക്കെ കഴിയാ. ചെവിയുടെ അവിടെ വേദനെടുക്കണ്ടായി. ഈ ഈറിങ്ങനെ ചെത്തി ഇതാക്കി വിടണം. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നാലും നമ്മൾ കഴുകുമ്പോൾ നമ്മുടെ ബ്രഷും ചകിരിയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോവുള്ളൂ. ചെത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നറിയുമ്പോഴത്തെ ആൾക്കാർ കണക്കുണാന്ന് പറഞ്ഞ് ചെത്തരുത് കേട്ടോ. ചെത്തിയ നഖം ഉണ്ടാവില്ലേ. അത്ര എക്സ്പീരിയൻസൊക്കെ ആയി കഴിയുമ്പോൾ വേണം ഇങ്ങനെയൊക്കെ കടത്തി ചെത്താൻ. കടത്തി ചെത്താന്ന് പറഞ്ഞാൽ ഷേപ്പാക്കി എടുക്കാന്ന് പറയും. ഇത് കറക്റ്റ് ക്ലീൻ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് വരും. ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരും. ഇത് കണ്ടിട്ട് ആനേനെ പിടിപ്പിക്കുകയാണ് കത്തി കൊണ്ട് ആനേനെ അത് ചെയ്യാണ്ട് ഇടിക്കുകയാണെന്ന് പറഞ്ഞിട്ടപ്പോൾ കുറേ പൊട്ടന്മാർ വരും. നമ്മൾ തന്നെ നഖമൊക്കെ ഒരുപാട് വളർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ആനകൾക്കായാലും പശുവിൻ്റെ കുളമ്പ് ചെറുപ്പം കണ്ടിട്ടില്ലേ, കാളയുടെ കുതിരയ്ക്കൊക്കെ കുളമ്പ് തുടങ്ങുന്നുണ്ടല്ലോ. നമ്മൾ ക്ലീനാക്കി കൊടുക്കണം എപ്പോഴും.
അവരെന്തെങ്കിലും കാണിക്കുക അവരടുത്ത് കാണിക്കുക ഞാനെന്ത് ചെയ്തു ഇത് ചെറിയൊരു കേട് പോലെ നമുക്ക് റെഡി ആക്കി എടുക്കാൻ പറ്റും നിങ്ങൾ ക്ലീനാക്കി എടുക്കണം അത് അഴുക്കൊക്കെ ഇരിക്കാണ്ട് ഉള്ളിലൊക്കെ കല്ല് കയറിക്കുന്നുണ്ടോ അവിടെ കിടന്നിറന്ന് മര്യാദക്ക് സൂക്ഷിച്ച് കണ്ടു വേണം കൈകാര്യം ചെയ്യാൻ കിടക്കുമ്പോഴൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എനിക്ക് നല്ല പരിപ്പുണ്ട് കോളുണ്ടായിരുന്നു അതാണ് ഞാൻ അത്ര ഭയം കാണിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവാറില്ല തെറ്റ് വിടാൻ അതൊക്കെ ഇങ്ങനെ കൂടി നിൽക്കണതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് നല്ല വൃത്തിയാക്കണം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കണം കാട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നമ്മളൊരു നീരിൽ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒന്നും ഇല്ല അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയൊന്നും നിർത്താറില്ല എപ്പോഴും നമ്മളെ ഈറൊക്കെ നമ്മുടെ ബ്രഷോ അല്ലെങ്കിൽ കല്ലോ കടക്കാവുന്ന രീതിയിലുള്ള സെറ്റപ്പിലാക്കി വെക്കുന്നുണ്ട് കഴുക്കാണ് ഇരിക്കുന്നത് ഇതൊക്കെ പാതരകം പെട്ടെന്ന് വരും എപ്പോഴും ചെത്തി നല്ല ഫിനിഷിങ് ആക്കി നോക്കണം എപ്പോഴും ചത്താൻ പാടില്ല കേട്ടോ
എപ്പോഴും നമ്മൾ ചെത്തുമ്പോൾ ആന എപ്പോൾ വേണമെങ്കിലും ഈ സാധനം നമ്മളിപ്പോൾ കയ്യിൽ നിന്ന് വലിക്കുകയാണ്. അപ്പോൾ എപ്പോഴും ടൈറ്റാക്കി പിടിക്കരുത്, ലൂസാക്കി വേണം പിടിക്കുക. ടൈറ്റാക്കി പിടിക്കുക ചിലപ്പോൾ ആന കാല് വലിക്കുമ്പോൾ മുറിയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ആന കടന്നപ്പോൾ ഉറങ്ങുകയാണ്. അപ്പം നമ്മളിങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ ഒരു ഇത് കൊടുക്കണം. അപ്പോൾ ഈ ആന പെട്ടെന്ന് അനങ്ങി കഴിഞ്ഞാൽ നമുക്ക് ചാടി മാറാൻ പറ്റും. ഇങ്ങനെ ആകുമ്പോൾ ആന കാല് അനക്കാണ്ട് പിടിക്കും. നമ്മളെന്താ ചെയ്യാൻ പോണേന്നുള്ളൊരു ഐഡിയ എനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കാല് ചടക്കി ഇങ്ങനെ പിടിക്കുന്നത്. ചെത്തിക്കൂട്ടൽ ഒരു ചെറുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസം 4 മാസം കൂടുമ്പോൾ പ്രാവശ്യം അങ്ങനെ പറഞ്ഞു. ആദ്യ സമയമൊക്കെ കല്ലിന് വരച്ച് കഴുകി റെഡിയാക്കി എടുക്കുക വേണ്ടത്. അപ്പോൾ കല്ലിനൊക്കെ വരച്ചാൽ ആ ഒരു ഷേപ്പ് കിട്ടില്ല. ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കത്തിക്കാൻ പറ്റില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്തുള്ള ഏതെങ്കിലും റൂമിൽ പോയി കഴിഞ്ഞാൽ മാസം 3 ലക്ഷം രൂപ 4 ലക്ഷം രൂപ സാലറി കിട്ടും. ഇവിടെ 10 പണി പിച്ചക്കാശ് രാജ പറയുന്നു. എന്നാലും പണിയോടൊരു ഇഷ്ടം. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവും. ഇതൊക്കെ കല്ലിന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതുപോലെ ഇനി ഒരു ഇവിടെ കല്ലിലുണ്ട് എടുത്തിട്ട് അറിയാൻ നല്ല കഴുകി വെള്ളം
ഇറക്കി. എനിക്ക് മുറിക്കാൻ പഴുക്കരിക്കണം ഒക്കെ ശരിക്കും ഇപ്പോഴും നല്ല ഫിനിഷിംഗ് ആയിട്ട് നിൽക്കണം. ഞാൻ പറയില്ലേ, നമ്മളൊരു 10-15 ദിവസം സാധനം അഴിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ഒന്നോ കറിയൊന്നും നമ്മൾ ഇങ്ങനെയൊന്നും ഇതുവരെ പറ്റില്ലേ. ഇപ്പോഴും നല്ല വൃത്തിയാക്കി നിർത്തണം ആനാളെ. എന്താ ഈ ആന കിടന്ന് കാണിക്കണേ? വൃത്തിയായിട്ട് കഴി പോന്നിട്ടില്ലേ? പിന്നെ വൃത്തിയായിട്ട് കഴി പോന്നിട്ടില്ലേ? ഞാൻ കഴിക്കണം എന്തോ ഏതാ ടൈറ്റായാ? നമുക്ക് ലൂസാക്കാം, നമുക്ക് ലൂസാക്കാം. ഇതെപ്പോഴും അങ്ങനെ ഫിനിഷായി ലെവലാക്കി നിൽക്കണം. ലെവലായി നിന്നാലാണ് ആനയ്ക്ക് നല്ല അടിപൊളിയായിട്ട് നടക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ കാലിൻ്റെ ഭാഗം എല്ലാം ഒരുപോലെ ആനയ്ക്ക് കുത്തി നടക്കാൻ പറ്റണം. ഇവിടെ ഇങ്ങനെ ചോക്കോരാണ്. ഇത് കണ്ടാൽ പിന്നെ അവിടെ ചെത്തരുത്, പിന്നെ ചെത്തിയ ചോര വരും.
അരുതാരെ രണ്ടെണ്ണത്തിനെ കൊണ്ട് ഞാൻ പോയി കേട്ടോ. അത് വേറെ കളിക്കലടാ അങ്ങനെ കിടന്നിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന് ചെത്താൻ പറ്റില്ല. ചെത്തി നമ്മുടെ ശ്രദ്ധ മാറി ആനയുടെ കാല് പിടിക്കും. അതുകൊണ്ടാണ് ഒന്നും മിണ്ടാത്തത്. ഇത് എങ്ങനെയാണ് ഇത് റെഡിയാക്കണേന്നൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണതാണ് കേട്ടോ. മിണ്ടാൻ പറ്റാത്തതുകൊണ്ടല്ല, മിണ്ടി നമ്മുടെ ശ്രദ്ധയൊന്ന് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനയുടെ കാല് മുറിയും. അത്ര സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇത് നന്നാക്കാൻ ഷേപ്പ് അടിക്കാനാണ് പാട്, കഴുകാൻ വലിയ പാടില്ല. എപ്പോഴും എന്നും ഒരു ചെത്തി കൂട്ടാനും പാടില്ല. കാരണം ആനകൾക്കുള്ള അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിൻ്റെ മുകളിലൊരു കോട്ടിങ് ഉണ്ട്. ഈ നഖത്തിന് ഇതിൻ്റെ മുകളിൽ ഈ കണ്ടതൊരു കോട്ടിങ്ങാണ്. അത് നമുക്ക് ഇവരുടെ ശരീരത്തേക്ക് ഒന്ന് കയറാണ്ടിരിക്കാൻ, അത് ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ദൈവം ഇവർക്ക് കൊടുത്തിട്ടുള്ള കഴിവ് വരും. പക്ഷെ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ആനകളെ നമ്മളിത്
കാട്ടിലെ ആനകൾക്ക് അത് സ്വന്തമായിട്ട് കല്ലിൽ വരച്ചിട്ടും മരത്തമ്മ വരച്ചിട്ടൊക്കെ അവർ പറയും. നമ്മുടെ ആനകളെ നമ്മളത് കുത്തിക്കൂട്ടി റെഡിയാക്കി കൊണ്ടുനടക്കണം. അല്ലെങ്കിൽ ഇതിൽ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരും. അത് എപ്പോഴും ചെയ്യാനും പാടില്ല. ചെയ്യുമ്പോൾ എപ്പോഴും നല്ല സൂക്ഷിച്ച് വേണം അത് ചെയ്യാൻ. ഞാൻ അത് ചെത്തിയിട്ട് ഇത്ര നേരം ആന അനങ്ങിയിട്ട് പോലില്ല. കാരണം എന്താണ്, ആനയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ചെത്തി കൂട്ടിയില്ലെങ്കിൽ ഈ അസുഖങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ചെളി ഇങ്ങനെ ഇരുന്ന് പാദരോഗം ഇങ്ങനെയുള്ള അസുഖങ്ങളിലേക്കൊക്കെ അത് മാറാനുള്ള സാധ്യതകളുണ്ട്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അസുഖം വന്നിട്ട് നോക്കിയിട്ട് കാര്യമില്ല, വരാണ്ട് നോക്കുക. ആലോചിച്ചിട്ട്